മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കണമെന്ന് ബി.ജെ.പി കട്ടായം പറയുമ്പോൾ അവരോട് ചർച്ചയാകാം എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇവിടെയാണ് ബി.ജെ.പിയും കോൺഗ്രസും വ്യത്യസ്തരാകുന്നത്. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങൂ, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും, ഉറച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമിത്ഷായുടെ ഉഗ്രശാസനത്തിന് എത്രമാത്രം വീര്യമുണ്ട് എന്ന് അറിയാൻ കീഴടങ്ങിയവരുടെ കണക്കുകളും മാവോയിസ്റ്റ് വേട്ടയിലൂടെ തീർത്തവരുടെ കണക്കുകളും മാത്രം നോക്കിയാൽ മതി. ആയുധങ്ങൾ ഉപേക്ഷിച്ച മാവോയിസ്റ്റുകൾ കീഴടങ്ങണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പോലീസിനു മുന്നിൽ കീഴടങ്ങി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. തെലങ്കാനയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്തണം എന്ന കോൺഗ്രസിന്റെ നിലപാടിനെ അമിത്ഷാ തള്ളിക്കളഞ്ഞു. ആയുധം കൈവശം വച്ചിരിക്കുന്നവരുമായി ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാരിന്റെ നയം. മാവോയിസ്റ്റുകൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുക, കീഴടങ്ങുക, മുഖ്യധാരയിലേക്ക് വരിക, അമിത്ഷാ പറഞ്ഞു. ഇതുവരെ 10,000 പേർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു. ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങൂ. നിങ്ങൾ കീഴടങ്ങിയാലും ഇല്ലെങ്കിലും 2026 മാർച്ചിന് മുൻപ് രാജ്യത്ത് നക്സലിസം അവസാനിപ്പിക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 40,000 വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകും എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. തെലങ്കാനയെ മാവോയിസ്റ്റ് കേന്ദ്രമാക്കാൻ ജനങ്ങൾ അനുവദിക്കരുതെന്നും അമിത്ഷാ പറഞ്ഞു. താൻ കുറിച്ചിട്ട വാക്കുകളുടെ അതേ പാതയിൽ തന്നെയാണ് അമിത്ഷാ സഞ്ചരിക്കുന്നത്. വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള ആഭ്യന്തര മന്ത്രി തന്നെയാണ് 2026 നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനം വലിയ മാറ്റമാണ് നക്സലുകൾക്ക് ഇടയിൽ ഉണ്ടാക്കിയത്. കാരണം സൈന്യം അതിശക്തമായ ഇടപെടലാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത്. ആയുധം വെച്ച് കീഴടങ്ങിയാൽ പണവും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2026 മാർച്ച് 31 മുമ്പ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2026 മാർച്ച് 31 മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും എന്ന ശപഥമെടുത്തിരിക്കുകയാണ് അമിത്ഷാ. അതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും നക്സലുകളുടെ ഒളിക്കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. മെയ് മാസത്തിൽ അർദ്ധരാത്രിയിൽ വൻ മാവോയിസ്റ്റ് വേട്ട നടന്നു. ഈ മാവോയിസ്റ്റ് വേട്ടയിലൂടെ 27 മാവോയിസ്റ്റുകളെ നിലം പരിശാക്കി സൈന്യം കൈവരിച്ചത് ഉജ്ജ്വല നേട്ടമാണ്. ഒപ്പം 2026 മാർച്ച് 31 എന്ന അമിത്ഷായുടെ ഡെഡ് ലൈൻ പൂർണ്ണമാക്കുന്നതിലേക്കുള്ള യാത്രയും തുടരുകയാണ് സൈന്യം. മാവോയിസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിൽ സർക്കാരിന് സുപ്രധാന നേട്ടമായത് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഓപ്പറേഷനിൽ 27 മാവോയിസ്റ്റുകളെ വധിച്ചത് തന്നെയാണ്. CPM മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജ് ഉൾപ്പെടെ 27 മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത്. രാജ്യത്ത് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ ഗണ്യമായ കുറവ് എന്ന കണക്കുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു. 2004 മുതൽ 2014 വരെയും 2014 മുതൽ 2024 വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത്. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ 16,463 മാവോയിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് സർക്കാർ കണക്ക്. അതേസമയം 2014 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ 7,744 കുറഞ്ഞു. അതായത് ആക്രമണങ്ങളിൽ ഉണ്ടായ കുറവ് 53% സുരക്ഷാ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിലും സേനയ്ക്കുണ്ടാകുന്ന ജീവഹാനിയിലും ഗണ്യമായ കുറവും ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 1,851 സുരക്ഷാ സേനാംഗങ്ങൾ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ വീരമൃത്യു വരിച്ചിരുന്നു. എന്നാൽ 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ വീരമൃത്യു വരിച്ച സേനാംഗങ്ങളുടെ എണ്ണം 509 കുറഞ്ഞു. അതായത് 73% കുറവ്. ഇനി സാധാരണക്കാർക്കുണ്ടാകുന്ന ജീവഹാനിയിലെ കണക്കിലും കുറവുണ്ട്. 2004 മുതൽ 2014 വരെയുള്ള വർഷങ്ങളിൽ 4,766 സാധാരണക്കാർക്കാണ് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. എന്നാൽ 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ജീവഹാനി നേരിട്ടത് 1,495 സാധാരണക്കാർക്കാണ്. രാജ്യത്തെ മാവോയിസ്റ്റുകൾക്ക് ശക്തിയുള്ള ജില്ലകൾ ഇന്ന് 10ൽ താഴെ മാത്രമാണ്. ബഹുഭൂരിപക്ഷവും ഛത്തീസ്ഗഡിലാണ്. കഴിഞ്ഞ വർഷം രാജ്യത്ത് വധിച്ചത് 290 മാവോയിസ്റ്റുകളെയാണ്. 1,090 പേരെ അറസ്റ്റ് ചെയ്തു. 881 മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങി. ഈ വർഷം ഇതുവരെ 226 മാവോയിസ്റ്റുകളെ സേന വധിച്ചു. 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം 418 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു. 896 മാവോയിസ്റ്റുകൾ ഈ വർഷം കീഴടങ്ങിയിട്ടുണ്ട്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ജനറൽ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി, PB അംഗങ്ങളായ 18 ഉന്നത മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത്. 50 ലക്ഷം രൂപ മുതൽ 1.47 കോടി രൂപ വരെ സേന തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റുകൾ ഇക്കൂട്ടത്തിലുണ്ട്. അടുത്ത വർഷം മാർച്ച് 31-നകം രാജ്യത്തു നിന്ന് മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് കർമ്മ.